നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. പത്തനംതിട്ട കരിമാൻ തോട് തൂമ്പാക്കുളത്ത് സ്കൂൾ കുട്ടികളുമായി പോയ ഓട്ടോറിക്ഷ മറിഞ്ഞുണ്ടായ അപകടത്തിൽ 2 കുട്ടികൾ മരിച്ചു. 7 വയസ്സുകാരിയായ ആദിലക്ഷ്മിയും 4 വയസ്സുകാരൻ യദുകൃഷ്ണയുമാണ് മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് യദുകൃഷ്ണയുടെ മൃതദേഹം കണ്ടെത്തിയത്. അപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു. ആദ്യം കൊണ്ടുപോയ കുഞ്ഞും മരണപ്പെട്ടു. അത് മോർച്ചറിയിലേക്ക് വെച്ചിട്ടുണ്ട്. 2 കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു. അവർ 6 കുട്ടികളും ഒരു കുഞ്ഞിന്റെ അമ്മയും ഓട്ടോ ഡ്രൈവറുമായിരുന്നു ഉണ്ടായിരുന്നത്. ഡ്രൈവറോട് സംസാരിച്ചതും പറയുന്നത് പാമ്പിനെ കണ്ടു, പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു, വണ്ടി നിയന്ത്രണം വിട്ടു, കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. ആ അമ്മയുടെ സമീപത്തായിട്ടാണ് ഈ കുഞ്ഞിരുന്നത്. അപ്പൊ തന്നെ തെറിച്ചു പോയി. ഈ 5 കുട്ടികളും പലയിടത്തായി ചിതറി വീഴുകയായിരുന്നു. ഈ അമ്മ ബഹളം വെക്കുന്ന കേട്ട് തൊഴിലുറപ്പ് സ്ത്രീകളും ഒക്കെയാണ് ഓടി വന്നത്. അപ്പൊ എത്ര കുട്ടികളുണ്ടെന്നൊന്നും അവർക്കറിയില്ലായിരുന്നു. ആ ഭാഗത്തു നിന്ന് കണ്ട അപ്പോ ഉണ്ടായിരുന്ന 5 പേരെ ഉള്ളൂ എന്ന് വെച്ച് 5 കുട്ടികളെയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഈ കുഞ്ഞ് പക്ഷെ കുറെ ദൂരെ തെറിച്ച് റോട്ടിലേക്കായിരുന്നു പോയിരുന്നത്. ആശുപത്രിയിൽ എങ്ങും എത്താതെ വന്നപ്പോഴാണ് വീണ്ടും ഫയർഫോഴ്സ് എത്തി പോലീസും നാട്ടുകാരും എല്ലാം കൂടി തെരച്ചിൽ നടത്തിയത്. എ വി ജയശങ്കറുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ജയശങ്കർ, ഏറെ സങ്കടകരമായ ഒരു വാർത്തയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, പത്തനംതിട്ടയെ സംബന്ധിച്ച്, കോന്നിയെ സംബന്ധിച്ച് സങ്കടകരമായ രാത്രിയാണ് ഇന്ന്. കാരണം ഒരു വാഹനാപകടം ഉണ്ടാകുന്നു. ആ അപകടത്തിൽ 2 മരണങ്ങൾ സംഭവിക്കുന്നു. അതും 8 വയസ്സും 4 വയസ്സും ഒക്കെയുള്ള പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഈ അപകടത്തിൽ മരിക്കുന്നത്. ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഘട്ടത്തിലാണൊരു അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു വാഹനാപകടത്തിൽ മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ കോന്നി മെഡിക്കൽ കോളേജിലാണ്. ഇതിൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇന്ന് മോർച്ചറിയിലേക്ക് മാറ്റുന്ന മൃതദേഹം നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തുക എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് പോലീസ് ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ അശ്രദ്ധമായി വാഹനം ഉൾപ്പെടെ ഓടിച്ചതിന് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ എഫ്ഐആറിൻ്റെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ പോലീസ് ഈ വാഹനം ഓടിച്ച ഡ്രൈവർക്കെതിരെയാണ് നിലവിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ അശ്രദ്ധമായി ഡ്രൈവർ വണ്ടി ഓടിച്ചു, മനുഷ്യജീവന് ആപത്തുണ്ടാക്കുന്ന തരത്തിലാണ് ഈ വാഹനം ഓടിച്ചുൾപ്പെടെ എഫ്ഐആറിൽ പറയുന്നു. നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ പാമ്പിനെ കണ്ട് വണ്ടി വെട്ടിച്ചപ്പോൾ അത് അപകടത്തിലേക്ക് കലാശിച്ചു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ നാട്ടുകാരുൾപ്പെടെ പറഞ്ഞിരുന്നു. പക്ഷേ എഫ്ഐആറിൽ അത്തരം പരാമർശങ്ങളൊന്നും തന്നെയില്ല. ഡ്രൈവറുടെ പേര് പരാമർശിക്കാതെ വണ്ടിയുടെ നമ്പർ പരാമർശിച്ചുകൊണ്ടാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ഈ അപകടത്തിൽ മാടപ്പള്ളി വീട്ടിൽ ജുവനൈൽ സാറ തോമസ്, ഒപ്പം ശബരിനാഥ്, കൊല്ലംപറമ്പിൽ അൽഫോൺസ, ഒപ്പം തന്നെ ഈ ഓട്ടോ ഡ്രൈവർ രാജേഷ്, ഒപ്പം തന്നെ രോഹിത്, അങ്ങനെ അത്രയും ആളുകളാണ് നിലവിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നത്. ശബരിനാഥ് നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഈ കുട്ടിയുടെ നാഡിയിലുൾപ്പെടെ തകരാറുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചികിത്സയിൽ തുടരുന്നത്. പോലീസ് എഫ്ഐആർ അനുസരിച്ച് വാഹനത്തിൽ ഈ അപകട സമയത്ത് 6 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഡ്രൈവർ ഉൾപ്പെടെ 7 പേർ വാഹനത്തിലുണ്ടായിരുന്നു. ഈ നാട്ടുകാരുൾപ്പെടെ ഈ വാഹനത്തിൽ ഒരു വിദ്യാർത്ഥിയുടെ അമ്മ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞെങ്കിലും പോലീസിൻ്റെ എഫ്ഐആറിലെ വിവരങ്ങളില്ല. എന്തായാലും നാളെ ആയിരിക്കും ഈ 2 കുട്ടികളുടെയും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യം നടക്കുക. പിന്നീടായിരിക്കും സംസ്കാര ചടങ്ങ് ഉൾപ്പെടെ. എന്തായാലും അപകടത്തിൽ മറ്റ് അസ്വാഭാവികത ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. സ്വാഭാവികമായ 2 കുട്ടികളാണ് മരിച്ചത്. എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് അട്ടപ്പാടി അഗളിയിൽ CPIM മുൻ ഏരിയ സെക്രട്ടറിക്കെതിരെ വധഭീഷണി മുടക്കിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ജംഷീറിനെതിരെ കേസെടുത്തു. അഗളി പഞ്ചായത്തിലെ 18-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി രാമകൃഷ്ണനെയാണ് ജംഷീർ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത്. ആയിഷത്തുൽ ഷംന പാലക്കാട് നിന്ന്. ഷംന, വിവരങ്ങൾ. ഉന്മേഷ്, 2 ദിവസം മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ പാർട്ടിയുടെ മുഖമായി തന്നെ കഴിഞ്ഞ 42 കൊല്ലം പ്രവർത്തിച്ചിരുന്ന മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന VR രാമകൃഷ്ണൻ പിന്നീട് കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർട്ടി പ്രവർത്തകരടക്കം അഴിമതി നടത്തുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അഗളി 18-ാം വാർഡിൽ നിന്നും മത്സര രംഗത്തേക്ക് ഇറങ്ങിയത്. എന്നാൽ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചില്ലെങ്കിൽ കൊന്നു കളയുമെന്നായിരുന്നു നിലവിലെ ലോക്കൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി. ഇതേ തുടർന്ന് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഈ ഓഡിയോ അടക്കം പുറത്തു വന്നതിന് പിന്നാലെയും ഈ സംഭവത്തിൽ ഒരു കേസ് അന്വേഷണമോ തുടർ നടപടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്ന് തന്നെ ഈ VR രാമകൃഷ്ണൻ അഗളി പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷെ കേസ് എടുക്കാത്തതിനെ തുടർന്ന് പിന്നീട് ജില്ലാ പോലീസ് മേധാവിക്ക്
പരാതി നൽകുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടാകുന്നത്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം ഇന്നലെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ജംഷീറിനെതിരെ നടപടി ഉണ്ടായിരുന്നു. താൽക്കാലികമായി തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ നിന്നും ജംഷീറിനെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയതിനെ തുടർന്ന് ഇപ്പോൾ ഒരു താൽക്കാലിക നടപടി അല്ലെങ്കിൽ തുടർന്ന് ഒരു കേസ് ഉണ്ടായിരിക്കുകയാണ്. ജംഷീറിനെതിരെ എന്തായാലും കേസ് എടുത്തിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തൽ, വധശ്രമം, വധഭീഷണി മുഴക്കൽ തുടങ്ങിയ അസഭ്യം പറയൽ തുടങ്ങിയ കാര്യങ്ങളാണ് എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത്. ആയിഷത്തുൽ ഷംന, പാലക്കാട്. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ജയിലിൽ കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹം വാർത്ത പാകിസ്ഥാൻ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. റാവൽപിണ്ടിയിൽ അഡിയാല ജയിലിന് മുന്നിൽ PTA പ്രവർത്തകരുടെ വൻ പ്രതിഷേധമെന്നും റിപ്പോർട്ടുകൾ. ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട് ഇപ്പോൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, 2023 മുതൽ വിവിധ കേസുകളിൽപ്പെട്ട് റാവൽപിണ്ടിയിൽ അഡിയാല ജയിലിൽ കഴിയുകയാണ് ഇമ്രാൻഖാൻ. അദ്ദേഹമാണ് ഇന്ന് കൊല്ലപ്പെട്ടു എന്ന രൂപത്തിൽ സമൂഹ മാധ്യമങ്ങൾ, പ്രത്യേകിച്ചും പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത്. അതിനുശേഷം പാകിസ്ഥാനുമായി തർക്കം നിലനിൽക്കുന്ന ബലൂചിസ്ഥാനിൽ നിന്നുള്ള അവരുടെ തന്നെ ഔദ്യോഗിക വാർത്താ ഏജൻസി അല്ലെങ്കിൽ എന്ന് പറയപ്പെടുന്ന ഏജൻസിയാണ് ഇക്കാര്യത്തിൽ ആദ്യം വാർത്തയായി ഒരു ഔദ്യോഗിക വാർത്ത എന്ന രൂപത്തിൽ ഈ വിവരം പുറത്തുവിടുന്നത്. റാവൽപിണ്ടിയിൽ അഡിയാല ജയിലിൽ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നത്. ആ വാർത്ത വിശ്വസിച്ചുകൊണ്ട് വലിയ രൂപത്തിൽ ഇമ്രാൻഖാന്റെ അനുയായികൾ, പ്രത്യേകിച്ചും തെഹ്രീക്ക് ഈ പാകിസ്ഥാൻ അടക്കമുള്ള സംഘടനകളുടെ അദ്ദേഹത്തിന്റെ അനുയായികളും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും, പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ 3 സഹോദരിമാരടക്കം അവിടേക്ക് എത്തുകയും അവിടെ വലിയ പ്രതിഷേധം, ജയിലിന് മുന്നിൽ അദ്ദേഹത്തെ കാണണമെന്നും അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്തുവിടണമെന്നും പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം നടക്കുന്നു. ആ പ്രതിഷേധത്തെ പാകിസ്ഥാൻ പട്ടാളം നേരിടുന്നു. ആ പ്രതിഷേധത്തിൽ അദ്ദേഹത്തിന്റെ 3 സഹോദരിമാരെയും വലിച്ചിഴച്ചുവെന്നും അവരെ മർദ്ദിച്ചുവെന്ന രൂപത്തിലുള്ള ആക്ഷേപവും അത് വലിയ ആരോപണമായി മാറുന്നു. അങ്ങനെ വലിയ രൂപത്തിലുള്ള പ്രതിഷേധമാണ് അവിടെ ഉണ്ടാകുന്നത്. അതാണ് ഇന്ന് ശരിക്കും പാകിസ്ഥാനിൽ സംഭവിച്ചത്. പക്ഷേ ഈ രൂപത്തിൽ വാർത്ത വലിയ രൂപത്തിൽ വ്യാപകമായി പ്രചരിക്കുന്നതോടെ ഒരുപക്ഷെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ജനകീയ നേതാവ് കൂടിയാണ് ഇമ്രാൻഖാൻ. അദ്ദേഹത്തെ ജയിലിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ കൊലപ്പെടുത്തി എന്ന രൂപത്തിലുള്ള വാർത്ത അല്ലെങ്കിൽ ആ വാർത്ത വലിയ രൂപത്തിൽ പ്രചരിക്കുമ്പോൾ പാകിസ്ഥാനിൽ വലിയ പ്രതിഷേധമാണ് അക്കാര്യത്തിൽ ഉണ്ടായത്. ഇതിന്റെ മറ്റൊരു തലം പാകിസ്ഥാനിലെ സൈനിക സർക്കാരാണ് ഇപ്പോൾ ഭരണത്തിലുള്ളത്. അല്ലെങ്കിൽ സൈന്യം പിന്തുണയ്ക്കുന്ന ഒരു സർക്കാരാണ് പാകിസ്ഥാനുള്ളതെന്ന് നമുക്കറിയാം. അത് ഇമ്രാൻഖാൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ജയിലിൽ എത്തുന്ന സമയത്ത് ആദ്യം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ജീവൻ എന്തെങ്കിലും അപായം സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ പ്രധാന ഉത്തരവാദി ISIയും അതോടൊപ്പം തന്നെ സൈനിക മേധാവിയായുള്ള അസീം മുനീറും ആയിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് രണ്ടും കൂട്ടിച്ചേർത്ത് വായിച്ചുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അനുയായികളും കുടുംബാംഗങ്ങളും ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്ന വാർത്ത, അല്ലെങ്കിൽ അത് ഒരുപക്ഷെ വ്യാജ വാർത്തയാണെങ്കിൽ പോലും ആ വാർത്ത വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ വലിയ രൂപത്തിൽ റാവൽപിണ്ടിയിലും ഇപ്പോൾ ആ പ്രതിഷേധം പാകിസ്ഥാന്റെ വിവിധ മേഖലകളിലേക്ക് വ്യാപിക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സൈന്യം നേരിടാൻ ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രഖ്യാപനമോ അല്ലെങ്കിൽ ഔദ്യോഗികമായ പ്രസ്താവനകളോ പുറപ്പെടുവിച്ചിട്ടില്ല. പക്ഷെ എന്നാൽ പോലും അദ്ദേഹം മരണപ്പെട്ടു എന്ന വലിയ രൂപത്തിൽ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും പ്രചരിക്കുകയാണ്. ഉന്മേഷ്, ശരി. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. തൃശൂർ വരന്തരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതിയെ ഭർത്തൃവീട്ടിൽ തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തി. മാട്ടുമല സ്വദേശി ഷാരോണിന്റെ ഭാര്യയായ 20-കാരി അർച്ചനയാണ് മരിച്ചത്. ഭർത്താവ് ഷാരോണിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സൂരജ് സജി തൃശൂരിൽ നിന്ന്. സൂരജ്, വിവരങ്ങൾ. ഉന്മേഷ്, ഇന്ന് വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഈ ഗർഭിണിയായ യുവതിയെ ഈ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. ഈ വീടിനകത്ത് തീ കൊളുത്തിയ ശേഷം ഇവർ പുറത്തേക്ക് ഓടുകയായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തുന്നത്. വീടിന് സമീപത്തെ കോൺക്രീറ്റ് കാനയിലാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്. ഷാറൂനും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയും അർച്ചനയും 6 മാസങ്ങൾക്ക് മുൻപാണ് ഈ പ്രണയവിവാഹം കഴിച്ചത്. പക്ഷേ ഇരുവരും ഈ പ്രണയവിവാഹം കഴിച്ച് ഷാറൂണിന്റെ വീട്ടിൽ കഴിയുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ അർച്ചന ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഇതോടുകൂടിയാണ് ഈ ഷാറൂണിനെ ഇപ്പോൾ ഈ വരന്തരപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ ഷാറൂണിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് പോലീസ് നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മൃതദേഹം ഇപ്പോഴും അവിടെ നിന്ന് മാറ്റാൻ സാധിച്ചിട്ടില്ല. ഈ ആത്മഹത്യക്ക് ശേഷം ഈ മൃതദേഹം വീണ പ്രദേശം ഈ വീടിനോട് ചേർന്നുള്ള കോൺക്രീറ്റ് കാനയാണ്. അവിടെ തന്നെയാണ് മൃതദേഹമുള്ളത്. നാളെ ഈ ഫോറൻസിക് വിദഗ്ധരടക്കം എത്തി പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഈ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുക. ഉന്മേഷ്, ശരി. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് കാവശ്ശേരിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ പാമ്പ് കടിച്ചു. കാവശ്ശേരി പഞ്ചായത്ത് 1-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി അനില അജീഷിനാണ് പ്രചാരണത്തിനിടെ പാമ്പ് കടിയേറ്റത്. ആയിഷത്തുൽ ഷംന, പാലക്കാട് നിന്ന്. ഷംന, ഈ സ്ഥാനാർത്ഥിയുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? വിവരങ്ങൾ. ഉന്മേഷ്, നിലവിൽ 48 മണിക്കൂർ നിരീക്ഷണത്തിലാണ് സ്ഥാനാർത്ഥിയുള്ളത്. ഇന്ന് രാവിലെയായിരുന്നു ഈ സംഭവം. കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിന്റെ UDF സ്ഥാനാർത്ഥിയാണ് അനില അജീഷ്. പ്രചാരണത്തിന് ഇറങ്ങുന്നതിനിടയിലാണ് ഈ പാമ്പ് കടിക്കുന്നത്. പിന്നീട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. പക്ഷേ നിലവിൽ 48 മണിക്കൂർ നിരീക്ഷണത്തിലാണ്. സ്ഥിതി ഗുരുതരമല്ല എന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷേ 48 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയൂ എന്ന് കൂടി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. ഉന്മേഷ്, ആയിഷത്തുൽ ഷംന, പാലക്കാട്.
പയ്യന്നൂർ ബോംബ് കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതി VK നിഷാദിനു വേണ്ടി പ്രചാരണം സജീവമാക്കി ഡിവൈഎഫ്ഐ. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അഫ്സൽ അടക്കം പ്രചാരണ രംഗത്ത് സജീവം. വിവരങ്ങളുമായി ഇപ്പോൾ മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം ഈ പയ്യന്നൂർ പോലീസ് വാഹനത്തിന് നേരെ ബോംബെറിഞ്ഞ കേസിൽ 2 ഡിവൈഎഫ്ഐ നേതാക്കളെ ആയിരുന്നു ശിക്ഷിച്ചിരുന്നത്. അതിലൊരാളാണ് ഈ VK നിഷാദ്. ഇയാൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂർ നഗരസഭയിലെ വെള്ളൂർ മൊട്ടമ്മൽ വാർഡ് 46-ാം വാർഡാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. നിലവിൽ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗവും ഒപ്പം തന്നെ പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയും ഒക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഡിവൈഎഫ്ഐയുടെ യൂത്ത് സ്ക്വാഡ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇറങ്ങിയിരിക്കുന്നത്. അതായത് നേരത്തെ ഒരു ഡമ്മി സ്ഥാനാർത്ഥി LDFന് അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും VK നിഷാദ് തന്നെ മത്സരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനമാണ് LDF കൈക്കൊണ്ടത്. CPM നേതൃത്വത്തിന്റെ തീരുമാനം അത്തരത്തിലായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രചാരണവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം കോടതി വളപ്പിൽ മുദ്രാവാക്യം വിളിച്ചൊക്കെ ആയിരുന്നു ഇവർക്ക് കണ്ണൂർ ജയിലിലേക്ക് യാത്രയാകുന്നതിന് മുമ്പ് അഭിവാദ്യം അർപ്പിച്ചൊക്കെയാണ് ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകരും നേതാക്കളും ഒക്കെ ഇവിടുന്ന് മടങ്ങിയത്. അത് തന്നെ ഒരു വലിയ വിമർശനം ഉണ്ടാക്കിയിരുന്നു കോടതി വളപ്പിലെ മുദ്രാവാക്യമൊക്കെ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് അഫ്സൽ, ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് സിറാജ്, PP അനീഷ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷിബിൻ കാനായി, CV റഹിനോജ് എന്നിവർ ചേർന്നുകൊണ്ട് അവരൊക്കെ പങ്കെടുത്ത ഒരു വലിയ പ്രചാരണം ഇവിടെ നടന്നിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റ് സ്ഥാനാർത്ഥികൾക്കും സമാനമായിട്ടുള്ള പ്രചാരണം നൽകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് CPM-ഉം ഡിവൈഎഫ്ഐയും ഒക്കെ വിശദീകരിക്കുക കൂടി ചെയ്യുന്നത്. ഉന്മേഷ്. ശരി, മുഹമ്മദ് റഹീസാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി തള്ളി. 2 കേസുകളിലും മുരാരി ബാബുവിന്റെ ഇടപെടൽ വ്യക്തമായ സാഹചര്യത്തിലാണ് കോടതിയുടെ ഇടപെടൽ. അതേസമയം ഇന്ന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുകയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കേസിലും കട്ടിളപ്പാളി കേസിലും B മുരാരി ബാബു ജാമ്യം തേടിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യം തേടിയത്. എന്നാൽ 2ാം പ്രതിയായ മുരാരി ബാബുവിന് കേസന്വേഷണത്തിന്റെ നിർണായക ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കരുതെന്ന SIT വാദം പരിഗണിച്ചാണ് കോടതി ജാമ്യം തള്ളിയത്. A പത്മകുമാറിനെ നാളെ വൈകിട്ട് 5 മണി വരെയാണ് SIT കസ്റ്റഡിയിൽ വിട്ടത്. കൊല്ലം വിജിലൻസ് കോടതിയിൽ നിന്ന് പത്മകുമാറിനെ പുറത്തിറക്കിയപ്പോൾ കോൺഗ്രസ് BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. പത്മകുമാറിനെ SIT സംഘം ചോദ്യം ചെയ്യുകയാണ്. അതേസമയം ശബരിമല തന്ത്രിമാരായ കണ്ഠരര് രാജീവരുടെയും മോഹനരുടെയും മൊഴി പ്രത്യേക സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഉദ്യോഗസ്ഥർ പറഞ്ഞതനുസരിച്ചാണ് സ്വർണ്ണപ്പാളിയിൽ അറ്റകുറ്റപ്പണിക്കായി അനുമതി നൽകിയതെന്നാണ് മൊഴി. SIT കണ്ടു. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദവിവരങ്ങളൊന്നും തരാൻ പറ്റത്തില്ല. എനിക്ക് നിയന്ത്രണങ്ങളുണ്ട്. സ്ഥാപന ജംഗമ സ്വത്തുക്കളൊക്കെ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിലാണ്. അത് ഞാനെങ്ങനെ അറിയാനാ? ദൈവതുല്യരായ എത്രയോ പേരുണ്ട്. സ്വാമി ശരണം. മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ A പത്മകുമാറിനെതിരെ CPIM നടപടി സ്വീകരിക്കാത്തതിൽ CPIക്ക് ആശങ്ക. കുറ്റപത്രം വന്നിട്ടേ പത്മകുമാറിനെതിരെ നടപടിയുള്ളൂവെന്ന CPIM നിലപാട് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും എന്നാണ് CPIയുടെ ആശങ്ക. അറസ്റ്റിലായെന്ന് കരുതി A പത്മകുമാറിനെ കുറ്റവാളിയായി കാണാൻ കഴിയില്ല എന്ന് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ മറുപടി. ഇന്നലെ നടന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് പത്മകുമാറിനെതിരായ CPIMന്റെ സംഘടനാ നടപടി വൈകുന്നതിൽ നേതാക്കൾ ആശങ്ക പ്രകടിപ്പിച്ചത്. അച്ചടക്ക നടപടി വേണോ വേണ്ടയോ എന്നതൊക്കെ CPIMന്റെ ആഭ്യന്തര വിഷയമാണെങ്കിലും ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന പത്മകുമാറിനെതിരായ നടപടി വൈകുന്നത് മുന്നണിയെ ആകെ ബാധിക്കുന്ന പ്രശ്നമാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കുറ്റപത്രം വന്ന ശേഷം നടപടി മതിയെന്ന നിലപാട് തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് വഴിവെക്കും. ഇത്തരം ചർച്ചകൾ വ്യാപകമാകുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് CPI നേതാക്കളുടെ ആശങ്ക. വിശദമായ ചർച്ച നടന്നിട്ടും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മൗനം പാലിച്ചു. തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ പരസ്യപ്രതികരണം വേണ്ടെന്ന തീരുമാനത്തിന്റെ ഭാഗമാണ് മൗനമെന്നാണ് സൂചന. കള്ളത്തരം കാണിച്ച ആരെയും രക്ഷിക്കില്ല. അവർ വഹിച്ച പങ്ക് എന്തായാലും അവരുടെ പദവി എന്തായാലും. പത്മകുമാറിനെതിരായ നടപടി വൈകുന്നതിൽ CPIക്കുള്ള അതൃപ്തി CPI നേതൃത്വം കണക്കിലെടുക്കുന്നില്ല. അത് അവരുടെ നിലപാട്. പാർട്ടിക്കൊരു ഭരണഘടനയുണ്ട്, പാർട്ടിക്ക് ചില സംഘടനാ തത്വങ്ങളുണ്ട്. അതിനനുസരിച്ചുള്ള നിലപാട് മാത്രമേ എടുക്കുള്ളൂ. ഒരാളുടെ പേരിൽ ഒരു കുറ്റം ആരോപിച്ചു എന്നുള്ളത് കൊണ്ട് അയാൾ കുറ്റവാളിയാവുന്നില്ല. പത്മകുമാറിനെതിരായ നടപടി വൈകുന്നത് UDFും BJPയും പ്രചരണ വിഷയമാക്കുന്നുണ്ട്. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം.
മുനമ്പം ഭൂമി തർക്കത്തിൽ ഹൈക്കോടതിയുടെ നിർണായക ഇടപെടൽ. അന്തിമവിധി വരുന്നതുവരെ മുനമ്പം നിവാസികൾക്ക് കരമടയ്ക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. ഉത്തരവിന് പിന്നാലെ മുനമ്പത്ത് കരം സ്വീകരിച്ചു തുടങ്ങി. ഭരണഘടനാ ദിനത്തിലെ ആശ്വാസ വിധി എന്നാണ് മുനമ്പം സമരസമിതിയുടെ പ്രതികരണം. കേസിൽ അന്തിമവിധി വരുന്നതുവരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഭൂനികുതി സ്വീകരിക്കാമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. മുനമ്പം നിവാസികളുടെ ഭൂനികുതി സ്വീകരിക്കാൻ റവന്യൂ അധികൃതർക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട ഹർജിയിലാണ് ജസ്റ്റിസ് സി ജയചന്ദ്രന്റെ ഇടക്കാല ഉത്തരവ്. ഭൂമിയുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ തീർപ്പാക്കും വരെ ഇടക്കാല ഉത്തരവ് ബാധകമാകും. വസ്തു ഉപയോഗിച്ച് ലോൺ എടുക്കാനും കെട്ടിട പെർമിറ്റ് ലഭിക്കാനുമുള്ള തടസ്സം മാറിയെന്ന് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ 24നോട്. അവർക്ക് ഈ വസ്തു ഉപയോഗിക്കാനായിട്ടോ കടം വയ്ക്കാനോ അതുപോലെ ബാധ്യതപ്പെടുത്താനോ ഒക്കെ ആയിട്ട് കരം അടച്ച സർട്ടിഫിക്കറ്റ് വേണം. അവർക്കൊരു വലിയ ആശ്വാസമാണ് ഈ കോടതി വിധി. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ കുഴുപ്പള്ളി വില്ലേജ് ഓഫീസിലെത്തി മുനമ്പം നിവാസികൾ കരമടച്ചു തുടങ്ങി. ഇത് വഖഫ് പ്രോപ്പർട്ടി അല്ല എന്നുള്ള വ്യക്തമായ ഒരു ഉത്തരവ് മേലിലുള്ളതിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടിയ ആശ്വാസം. കരമൊടുക്കാമെന്ന ഇടക്കാല ഉത്തരവ് 1.5 വർഷമായി സമരമിരിക്കുന്ന മുനമ്പത്തുകാർക്ക് വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത്. റവന്യൂ അവകാശങ്ങൾക്കായി 615 കുടുംബങ്ങളാണ് സമരത്തിലുള്ളത്. 24 കൊച്ചി. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടരും. SIR നീട്ടിവെക്കണമെന്ന കേരളത്തിന്റെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സത്യവാങ്മൂലം നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. അടുത്ത മാസം 2-ന് ഹർജികൾ വീണ്ടും പരിഗണിക്കും. കേരളത്തിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരായ ഹർജികളിൽ ഇന്നും വിശദമായ വാദം നടന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യവും BLOമാരുടെ സമ്മർദ്ദവും ഹർജിക്കാർ കോടതിയെ അറിയിച്ചു. സംസ്ഥാനത്തെ SIR പ്രക്രിയയിൽ തടസ്സം നേരിടുന്നില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ പറഞ്ഞു. കേരളത്തിന്റെ പ്രശ്നം വ്യത്യസ്തമാണെന്നും SIR നീട്ടിവെക്കണമെന്നത് മാത്രമാണ് ആവശ്യമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞു. ഹർജികളിൽ കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് തിങ്കളാഴ്ചയ്ക്കകം സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി നിർദ്ദേശിച്ചു. എന്യൂമറേഷൻ ഫോം കൊടുക്കുവാനും അതേപോലെ തന്നെ എന്യൂമറേഷൻ ഫോം തിരിച്ചു മേടിക്കുവാനും ഇത് ഡിജിറ്റലൈസ് ചെയ്യാനുള്ള സമയപരിധി എന്ന് പറയുന്നത് അപ്രാപ്യമാണ്, അസംഭവ്യമാണ് എന്നുള്ളത് ഓഫീസർമാർ തന്നെ പറയുന്ന ഒരു അവസ്ഥയിൽ എന്തുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് കുറച്ചും കൂടി സമയം നീട്ടിക്കൊടുത്തുകൂടാ, പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യം എന്ന് പറയുന്നത്. ഹർജികളിലെ ആവശ്യത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് നിർണായകമാകും. SIRന്റെ ഭാഗമായി 90% ഫോമുകളും വിതരണം ചെയ്തു എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ വ്യക്തമാക്കിയത്. കേരളത്തിന് പുറമെ ബംഗാൾ, തമിഴ്നാട് SIRനെതിരായ ഹർജികളിലും സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി തേടിയിട്ടുണ്ട്. R. അച്യുതൻ, 24, ഡൽഹി. ശരണം സന്നിധാനം പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്രോൾ കാർ ഷാംപൂ. Co-sponsored by BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മണ്ഡലകാല തീർത്ഥാടനം 11ാം ദിവസത്തിലെത്തുമ്പോൾ ശബരിമലയിലെത്തിയ തീർത്ഥാടകരുടെ എണ്ണം 10 ലക്ഷത്തോടടുക്കുന്നു. ഇന്ന് വൈകിട്ട് 7 മണിവരെ 72,385 പേരാണ് മല ചവിട്ടിയത്. സന്നിധാനത്തെ തിരക്കിനനുസൃതമായാണ് പമ്പയിൽ നിന്ന് ഭക്തരെ കയറ്റിവിടുന്നത്. അതിനാൽ തന്നെ അധിക നേരം കാത്തു നിൽക്കാതെ ഭക്തർക്ക് സുഖദർശനം ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട്. വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക നീക്കുപോക്കുണ്ടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ 24നോടുള്ള പ്രതികരണത്തിന് പിന്നാലെ ചർച്ചകൾക്ക് ചൂടേറുകയാണ്. വെൽഫെയർ പാർട്ടി സഹകരണത്തിൽ UDFനെതിരെ വിമർശനവുമായി LDF നേതാക്കൾ രംഗത്തെത്തി. രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വല്ല നീക്കുപോക്കുകളും ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അന്ന് ഇല്ല എന്ന് പറയുന്നില്ല. 24ന്റെ ഫോർ ദി പീപ്പിൾ പരിപാടിയിലായിരുന്നു പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി UDFന്റെ രാഷ്ട്രീയ സഹകരണം സ്ഥിരീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് വിഷയത്തിലെ തുടർ ചർച്ചകൾ. LDFനെ തോൽപ്പിക്കാൻ വെൽഫെയർ പാർട്ടി UDF ധാരണയെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ ആരോപിച്ചു. കോൺഗ്രസിന്റെ ഒരു കൈ വെൽഫെയർ പാർട്ടിയുടെ തോളിലും മറുകൈ BJPയുടെ തോളിലുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ ജമായത്തുമായി കൂട്ടിച്ചേർന്നിട്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് വിചിത്രമായ ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ഒരു കൈ വെൽഫെയർ പാർട്ടിയുടെ തോളിലാണ്. വെൽഫെയർ പാർട്ടിയുമായി UDFന് പ്രാദേശിക സഹകരണം മാത്രമെന്നാണ് UDF നേതാക്കളുടെ വിശദീകരണം. ഞങ്ങൾ അവരുമായിട്ട് യാതൊരു രാഷ്ട്രീയ ബാന്ധവുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നിട്ടുണ്ട്, പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നിട്ടുണ്ട്, ആകാശം ഇടിച്ചു പൊളിച്ചിട്ടില്ല. LDFുമായി മുൻപുണ്ടായിരുന്ന സഹകരണം ചൂണ്ടിക്കാട്ടി ആരോപണത്തെ നേരിടാനാണ് UDF നേതാക്കളുടെ തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.